വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിലും UDF വിജയിക്കുമെന്ന് AICC സെക്രട്ടറി വിശ്വനാഥൻ പെരുമാൾ പറഞ്ഞിരിക്കുകയാണ്. നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് 20 സീറ്റുകളും. രാജ്യത്തെ ഭരണാധികാരികളുടെ ദുർഭരണത്തിൽ സഹികെട്ടിരിക്കുകയാണ് ജനങ്ങൾ. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏകാധിപതിയെ പോലെയാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത്. ഹിറ്റ്ലറെ പോലുള്ള ഏകാധിപതിയാണ് നരേന്ദ്രമോദി. എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണെന്നും എല്ലാ നേട്ടവും തന്റേത് മാത്രമാണെന്നും പറഞ്ഞു നടക്കുകയാണ് മോദി. അതുപോലെ തന്നെയാണ് കേരള ഭരണാധികാരിയായ പിണറായി വിജയനും. അദ്ദേഹവും ഏകാധിപതിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എതിരഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് ഗുണ്ടാഭരണമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തകൃതിയായ ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഇന്ന്. തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് AICC. KPCC അധ്യക്ഷൻ K സുധാകരൻ അധ്യക്ഷനായ 33 അംഗ സമിതിയാണ് കേരളത്തിൽ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുക. VM സുധീരൻ അടക്കമുള്ള മുൻ KPCC അധ്യക്ഷന്മാരെയും മുതിർന്ന നേതാക്കളെയും ഉൾപ്പെടുത്തിയാണ് സമിതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AK ആന്റണി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വയലാർ രവി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ്, K മുരളീധരൻ, MM ഹസൻ, ബെന്നി ബെഹനാൻ, PJ കുര്യൻ, PP തങ്കച്ചൻ, ശശി തരൂർ, MK രാഘവൻ എന്നിവർ അടക്കം സമിതിയിലുണ്ട്. കൂടാതെ അടൂർ പ്രകാശ്, TN പ്രതാപൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ്, VS ശിവകുമാർ, AP അനിൽകുമാർ, ജോസഫ് വാഴകൻ, PC വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ, പന്തളം സുധാകരൻ, രമ്യ ഹരിദാസ്, ലാലി വിൻസെന്റ്, VT ബൽറാം, റോജി M ജോൺ, T സിദ്ദീഖ്, PK ജയലക്ഷ്മി, വിദ്യാ ബാലകൃഷ്ണൻ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉൾപ്പെടെ ആകെ 37 പേർ സമിതിയിലുണ്ടാകും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, KSU അധ്യക്ഷൻ, സേവാദൾ മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാരാണ് സമിതിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയം കൈവരിക്കുക എന്നതാണ് സമിതി അംഗങ്ങളുടെ ചുമതല. വിദേശത്ത് ചികിത്സയിൽ കഴിയുന്ന KPCC അധ്യക്ഷൻ K സുധാകരൻ തിരിച്ചെത്തിയാൽ ഉടൻ നിയുക്ത തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേരും. അതേസമയം വാർ റൂമിനും പബ്ലിസിറ്റി കമ്മിറ്റിക്കും പിന്നാലെ 9 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ കൂടാതെ രാജസ്ഥാൻ, തെലങ്കാന, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും തെരഞ്ഞെടുപ്പ് സമിതികൾ രൂപീകരിച്ചിരിക്കുകയാണ്.